നമ്മൾ കേൾക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു വാക്കാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അഹത്തിന് അർത്ഥമുണ്ട്, ബ്രഹ്മത്തിന് അർത്ഥമുണ്ട്, അസ്മി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, അല്ലേ? ഞാൻ ബ്രഹ്മമാകുന്നു, പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ദൈവമാകുന്നു, ഗോഡാകുന്നു, ഞാൻ എല്ലാമാകുന്നു എന്നൊക്കെ പറയുന്നതാണ്, അല്ലേ? അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അഹം ബ്രഹ്മ അസ്മി എന്ന് പറഞ്ഞാൽ, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷതയാണ് ഒരു ഘടനയെ സന്തുലനാവസ്ഥയിൽ നിർത്തുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഒരു എന്താണ് പറയുക, എന്നും നിലനിൽക്കുന്ന തത്വമാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏതൊരു കാര്യം, ഏതൊരു ഘടന എടുത്താലും അതിനെ ബാലൻസിൽ നിർത്തുന്നത് നിഷ്പക്ഷതയാകുന്നു എന്നാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ ദൈവമാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു എന്നല്ല. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ല അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ത്രാസ് കണ്ടിട്ടുണ്ടാവും. അതാണിത്. അപ്പുറത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ ബ്രഹ്മമായിട്ട് കണ്ടാൽ, ബ്രഹ്മം എന്ന് പറഞ്ഞ രൂപം, ഒരു ഘടനയുള്ള രൂപം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ആ സെൻറ്റർ പോയിൻ്റാണ്. ആ പോയിൻറ്റിനെയാണ് അഹം എന്ന് പറയുന്നത്. ആ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു സാധനം അവിടെ വെച്ചിട്ട് അതാണ് അസ്മി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അസ്മി എന്ന് പറയുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി. നിഷ്പക്ഷതയാകുന്നു ഒരു ഘടനയെ ബാലൻസിൽ നിർത്തുന്നത്. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കിയാലും, ഒരു മ്യൂസിക് ഉണ്ടാക്കിയാലും, എന്ത് ഘടന ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാ ഗുണങ്ങളെയും ബാലൻസിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഭാഗമാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്, അഹം. അത് കറക്റ്റായി വരുമ്പോഴേ എല്ലാം ബാലൻസ്ഡ് ആകുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു എന്താ അതിന് പറയുക, ഒരു എവർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിൾ മാറ്റി വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിനെ മറ്റൊരു പേരിൽ അതിനെ പറയുന്നതാണ് തെയിസ്റ്റ് എന്ന് പറയും. തെയിസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ തെയിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിനെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഘടനയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ഘടനയിൽ ഇങ്ങോട്ടുള്ളത് ഒരു തീയും അങ്ങോട്ടുള്ള മറ്റൊരു തീ, അതിനെ ബാലൻസ് ചെയ്യുന്ന സ് എന്ന് പറയുന്ന പോയിന്റ്, അതാണ് ത സ് ത് എന്ന് പറയുന്ന തസ്ത് എന്ന് പറയുന്നതാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എവർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിളാണ്. എല്ലാ മേഖലയിലും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനെ ബാലൻസിൽ കൊണ്ടു നിർത്തണമെങ്കിൽ നിഷ്പക്ഷതയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിൻസിപ്പിളാണ് കപാലകൾ എന്ത് ചെയ്തത്, അതിന് വേറൊരു അർത്ഥം കൊടുത്തത്. അപ്പോൾ ആരും ഈ കാര്യം അന്വേഷിക്കില്ല, ഇതെന്താണെന്ന് അന്വേഷിക്കില്ല. നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ കാണുന്ന ആ സാധനമാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. കടയിൽ ചെല്ലുമ്പോൾ കാണുന്ന ത്രാസ് ഉണ്ടല്ലോ, അതാണ് അഹം ബ്രഹ്മാസ്മി. അത് തന്നെയാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്. അത് ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് തെയിസ്റ്റ്. ആ 3 പോയിന്റുകളെ ബേസ് ചെയ്ത് പറയുന്നതാണ് തെയിസ്റ്റ്. അത് നമ്മൾ ഈ സ് എടുത്ത് അവസാനം ഇട്ട് കഴിഞ്ഞാൽ ഇത്തോസ് എന്നാവും. 2 ത് ഉണ്ട്, ഇത്തോസ് എന്നാണ് പറയുക. എഴുതുമ്പോൾ ഒരു ത് എഴുതുന്നുള്ളൂ. പക്ഷേ അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ? ഇത്തോസ് എന്നാണോ, ഇത്തോസ് എന്നാണോ, ഇത്തോസ് എന്നാണോ? ഇത്തോസ് എന്നാണ്. 2 ത് അതിനെ ബാലൻസ് ചെയ്യുന്ന സ്, അതാണ് ഇത്തോസ്. ഇനി സ് ആദ്യമാണ് നമ്മൾ പറയുന്നതെങ്കിലോ സത്ത് എന്നായി. സത്ത് ത്, അതാണ് സത്ത്, സതതം, സത്ത്. അപ്പം സത്ത്, ഈത്തോസ്, തെയിസ്റ്റ്. അതേ പ്രിൻസിപ്പിളിനെ പറയുന്നതാണ് ആ 3 പോയിന്റുകളെ കണ്ടുകൊണ്ട് പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ വേറെന്തൊക്കെ കാര്യങ്ങളായിട്ടല്ലേ? അപ്പോൾ ഇനി തെയിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കപാലകൾ പഠിപ്പിച്ചു കൊടുത്തത് അത് പ്രപഞ്ച സൃഷ്ടാവിനാണ്. തെയിസ്റ്റ്, ദൈവം എന്ന് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടാവ്, ദൈവമല്ല, പ്രപഞ്ച സൃഷ്ടാവാണ്. അതാണ് തെയിസ്റ്റ് പ്രിൻസിപ്പിൾ. ആണോ?
അപ്പോൾ ഈ നിഷ്പക്ഷതയാകുന്നു ഒരു ഘടനയെ സന്തുലനാവസ്ഥയിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഘടനയുടെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് നിഷ്പക്ഷതയാണ് എന്ന് പറയുന്ന തെയിസ്റ്റ് പ്രിൻസിപ്പിളും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പ്രിൻസിപ്പിളും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ പറയണം എത്തീസ്റ്റ് എന്ന് പറയും. എന്താണ് ആ തെയിസ്റ്റ് എന്നാണ്, എ തെയിസ്റ്റ്. അപ്പോൾ ഈ എത്തയിസ്റ്റ് എവിടെ നിന്നാണ് വന്നതെന്നറിയോ? അതായത് ഈ തെയിസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു പ്രപഞ്ച സൃഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ എ എന്ന് പറയുന്ന അക്ഷരം ഈ തെയിസ്റ്റിൻ്റെ മുമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി മാറും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ എത്തീസ്റ്റ് എന്ന് വിളിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? തെയിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ്. അത് നമ്മളുടെ മുമ്പിൽ ഒരു ത്രാസ് കണ്ടാൽ അതിന് നമ്മൾ എത്തീസ്റ്റ് എന്ന് പറയും. ഇതാണ് ഗ്രാമർ, പ്രാപഞ്ചിക സൃഷ്ടഭാഷയിൽ പ്രാപഞ്ചിക ശാസ്ത്ര ഭാഷയുടെ ഗ്രാമറാണ്. മനസ്സിലായോ? തെയിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ ആ കൺസെപ്റ്റിനെ പറയുന്നതാണെങ്കിൽ ആ കൺസെപ്റ്റ് ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടാൽ എത്തയിസ്റ്റ് എന്ന് പറയും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ രണ്ടും ഒരേ അർത്ഥമാണ്. തെയിസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിളിനെ പറയുന്നതും ആ പ്രിൻസിപ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ട്, ഇപ്പോൾ വളഞ്ഞ എന്ന് നമ്മൾ പറയില്ല, വളഞ്ഞത് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു പ്രിൻസിപ്പിളായിട്ടാണ് പറയുന്നത്. വളഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞാലോ നമ്മളത് സ്പെസിഫിക്കായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ ആ വളഞ്ഞ എന്ന് പറയില്ലേ? മനസ്സിലായോ? ആ വളഞ്ഞത്, ഈ വളഞ്ഞത്. അപ്പോൾ ആയും ഈയും ഉപയോഗിക്കുന്നതുകൊണ്ട് നെഗറ്റീവാണോ? അല്ല. നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോഴാണ് എത്തയിസ്റ്റ് എന്ന് പറയുന്നത്. ചൂണ്ടിക്കാണിക്കാതെ പറയുന്നതാണ് തെയിസ്റ്റ്. ഇത് രണ്ടും ഏത് പ്രിൻസിപ്പിളാണ്? അഹം ബ്രഹ്മാസ്മി. നിഷ്പക്ഷതയാണ് ഒരു ഘടനയെ സന്തുലനാവസ്ഥയിൽ നിർത്തുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപാർഷ്യാലിറ്റി ബാലൻസസ് ദ സ്ട്രക്ചർ എന്നാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി. അപ്പോൾ എല്ലാ കുട്ടികളും ദേവതാഗുണത്തിൽ വളർന്നു വരുമ്പോൾ, ദേവതാഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആയിട്ട് തെറ്റിദ്ധരിക്കേണ്ട അതൊന്നുമല്ല. മറ്റേതെങ്കിലും മതക്കാർ ഇത് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അതും ദേവത എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയൊന്നുമല്ല. അപ്പോൾ ആ സൃഷ്ടിഗുണങ്ങളും ജിജ്ഞാന അസ്തിത്വ രസബോധവും സൃഷ്ടിഗുണങ്ങളും ആവിഷ്കാരത്തിൽ വരുന്ന പ്രാപഞ്ചിക ശാസ്ത്രഭാഷയും കൂടി ചേരുന്നതാണ് ദേവത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അഭ്യസിക്കുന്ന ഏതൊരു കുട്ടിയും ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിളാണ്. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അഹം ബ്രഹ്മാസ്മി. നിഷ്പക്ഷതയാണ് ഏതൊരു സ്ട്രക്ചറിനെയും ഘടനയെയും രൂപഘടനയെയും സന്തുലനാവസ്ഥയിൽ നിർത്തുന്നത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ അർത്ഥം. പക്ഷേ അതിന് മുഴുവൻ കപാലകൾ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ള എല്ലാവരെയും കൊണ്ട് വേറെന്തൊക്കെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ചില ആൾക്കാർ പറയും അഹം ബ്രഹ്മാസ്മി. അങ്ങനെ പറയരുത്. കാരണം നമ്മളൊരിക്കലും ദൈവമല്ല എന്ന് പറയും. നമ്മളൊരിക്കലും പ്രപഞ്ച സൃഷ്ടാവല്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം പോലും അതല്ല. പക്ഷേ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വടി എടുത്തു കഴിഞ്ഞാൽ ആ വടിയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നിഷ്പക്ഷതയാണ്. ആ പോയിൻ്റാണ് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിലാർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമോ? ഇല്ല. ആ പോയിൻ്റല്ല ഈ പോയിന്റിൽ വെച്ചാൽ ഇല്ല. അത് കാണുമ്പോൾ അറിയാം. ആ പോയിന്റിൽ വെച്ചാൽ മാത്രമേ കറക്റ്റ് ആ പോയിന്റിൽ വന്നാൽ ആ വടിയുടെ സെൻറ്റർ കറക്റ്റ് വന്നാലേ അത് രണ്ട് ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് അഹം ബ്രഹ്മാസ്മി. അതിൽ ഒരു ക്രിസ്ത്യാനിക്കോ ഇസ്ലാമിനോ ഒരു ഹിന്ദുവിനോ ബുദ്ധിസ്റ്റിനോ ഇനി ജൈനനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഇതിൽ വിശ്വസിക്കുന്ന എത്തീസ്റ്റിനായിക്കോട്ടെ, എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ തെയിസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഇവർക്ക് ആർക്കെങ്കിലും തർക്കം ഉണ്ടാവുമോ അതിൽ? ഇല്ല. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ വാക്കിൻ്റെ അർത്ഥം പല രീതികളിൽ ഓരോരുത്തരെയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആ അർത്ഥത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം ഇതാണ്. ഇതേ ഉള്ളു ഭൂമിയിൽ, വേറൊന്നുമില്ല. എത്തീസ്റ്റ് എന്ന് പറഞ്ഞാലും തെയിസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. ഒന്ന് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ എത്തീസ്റ്റ് എന്നും ചൂണ്ടിക്കാണിക്കാതെ പറയുമ്പോൾ തെയിസ്റ്റ് എന്നും പറയും. ഇത് രണ്ടും ഏതാണ്? നമ്മുടെ ത്രാസാണ്. ത്രാസിൻ്റെ പ്രിൻസിപ്പിളാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും. ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അതെ. ബിക്കോസ് മനസ്സിലാക്കേണ്ട കാര്യം, the stone that has been ignored by the masons became the cornerstone. അല്ലേ? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി മാറിയത്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് നമ്മൾ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ കാര്യമാണ് ശരിക്കുമുള്ള കോർണർ സ്റ്റോൺ. പ്രാപഞ്ചിക ശാസ്ത്രഭാഷ. അതിനെക്കുറിച്ചിട്ട് അതിലോട്ട് മടങ്ങി വരണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. ദ ഓൺലി സൊല്യൂഷൻ ഈസ് പ്രാപഞ്ചിക ശാസ്ത്രഭാഷ. അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഭൂമിയിലില്ല മനുഷ്യരെ ഒന്നിക്കാനായിട്ട്. അതാണ്.